ഐഫോൺ 17 പുറത്തിറക്കിയതോടെ ആപ്പിൾ തങ്ങളുടെ മുൻനിര ശ്രേണി വിപുലീകരിച്ചു. ഐഫോൺ 17 കുടുംബത്തിലെ ഏറ്റവും താങ്ങാനാവുന്ന വിലയിലുള്ള എൻട്രിയായി ഇതിനെ സ്ഥാനപ്പെടുത്തി. പുതിയ മോഡൽ അതിന്റെ മുൻഗാമിയായ ഐഫോൺ 16 അപേക്ഷിച്ച് നിരവധി അപ്ഗ്രേഡുകൾ കൊണ്ടുവരുന്നു. അതിൽ ഏറ്റവും പുതിയ A19 ചിപ്സെറ്റ്, 48 MP ഫ്യൂഷൻ ക്യാമറ, മെച്ചപ്പെട്ട മാഗ്സേഫ് പിന്തുണ, 256 GB ഇരട്ടി ആരംഭ സംഭരണം എന്നിവ ഉൾപ്പെടുന്നു. മാർച്ച് 4 വൈകുന്നേരം 7:45 മുതൽ ഐഫോൺ 17 പ്രീ ഓർഡറിന് ലഭ്യമാകും. മാർച്ച് 11 വിൽപ്പന ആരംഭിക്കും. വില 64,900 രൂപയിൽ ആരംഭിക്കുന്നു. ഐഫോൺ സോഫ്റ്റ് പിങ്ക്, വെള്ള, കറുപ്പ് നിറങ്ങളിൽ ലഭ്യമാകും. ഐഫോൺ 17 സവിശേഷതകളും സ്പെസിഫിക്കേഷനുകളും. A19 ചിപ്പും C1X മോഡവും. ഐഫോൺ 17 കാതലായ ഭാഗം ആപ്പിളിന്റെ പുതിയ A19 ചിപ്പ് ആണ്. 16 A18 ചിപ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് 3 നാനോമീറ്റർ പ്രോസസ്സിൽ നിർമ്മിച്ചതാണ്. 6 കോർ CPU ഐഫോൺ 11-നേക്കാൾ 2 മടങ്ങ് വേഗതയുള്ളതാണെന്ന് അവകാശപ്പെടുന്നു. അതേസമയം 4 കോർ GPU മെച്ചപ്പെട്ട ഗെയിമിംഗ് വിഷ്വലിനായി ഹാർഡ്വെയർ ത്വരിതപ്പെടുത്തിയ റേ ട്രേസിംഗിനെ പിന്തുണയ്ക്കുന്നു. ആപ്പിൾ ഇന്റലിജൻസ് സവിശേഷതകൾ കൂടുതൽ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന 16 കോർ ന്യൂറൽ എഞ്ചിനും ആപ്പിൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഐഫോൺ 16 കാണപ്പെടുന്ന C1-നേക്കാൾ 2 മടങ്ങ് വേഗതയുള്ളതും കുറഞ്ഞ പവർ ഉപയോഗിക്കുന്നതുമായ ആപ്പിളിന്റെ ഏറ്റവും പുതിയ ഇൻഹൌസ് മോഡമായ C1X സെല്ലുലാർ മോഡവും ഫോൺ അവതരിപ്പിക്കുന്നു. 2X ഒപ്റ്റിക്കൽ ക്വാളിറ്റി സൂമുള്ള 48 MP ഫ്യൂഷൻ ക്യാമറ. ഐഫോൺ 17 48 MP ഫ്യൂഷൻ പ്രൈമറി ക്യാമറയുണ്ട്. ഇത് ആപ്പിൾ വിളിക്കുന്ന ഓപ്റ്റിക്കൽ ക്വാളിറ്റി 2X സൂം ഇൻ സെൻസർ ക്രോപ്പിംഗിലൂടെ പ്രാപ്തമാക്കുന്നു. സമതുലിതമായ വിശദാംശങ്ങൾക്കും ഫയൽ വലുപ്പത്തിനും ഉപയോക്താക്കൾക്ക് സ്ഥിരസ്ഥിതിയായി 24 MB ഷൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഉയർന്ന റെസല്യൂഷൻ ഔട്ട്പുട്ടിനായി പൂർണ്ണ 48 MP ചിത്രങ്ങൾ പകർത്താം. മെച്ചപ്പെട്ട ഡെപ്ത് പ്രോസസ്സിംഗ് ഉപയോഗിച്ച് പോർട്രേറ്റ് മോഡ് അപ്ഗ്രേഡ് ചെയ്തു. ഇത് ക്യാപ്ചറിന് ശേഷം ഫോക്കസ് ക്രമീകരിക്കാൻ ഉപയോക്താക്കളെ അനുവദിക്കുന്നു. സ്പേഷ്യൽ ഓഡിയോ റെക്കോർഡിംഗും വിൻഡ് നോയ്സ് റിഡക്ഷനും സഹിതം 60 FPS വരെ ഡോൾബി വിഷനോടുകൂടിയ 4K വീഡിയോ റെക്കോർഡിംഗും ക്യാമറ പിന്തുണയ്ക്കുന്നു. സെറാമിക് ഷീൽഡ് 2 ഉള്ള 6.1 ഇഞ്ച് സൂപ്പർ റെറ്റിന XDR ഡിസ്പ്ലേ. 1200 നിറ്റ്സ് വരെ പീക്ക് HDR ബ്രൈറ്റ്നസ് ഉള്ള 6.1 ഇഞ്ച് സൂപ്പർ റെറ്റിന HDR OLED ഡിസ്പ്ലേയാണ് ഐഫോൺ 17 മുൻ തലമുറയെ അപേക്ഷിച്ച് 3 ഇരട്ടി മികച്ച സ്ക്രാച്ച് റെസിസ്റ്റൻസും മെച്ചപ്പെട്ട ആന്റി റിഫ്ലക്റ്റീവ് പ്രോപ്പർട്ടിയും വാഗ്ദാനം ചെയ്യുന്ന സെറാമിക് ഷീൽഡ് 2 ഇതിൽ ഉൾപ്പെടുന്നു. ബയോമെട്രിക് പ്രാമാണീകരണത്തിനായി ഉപകരണം പേസ് ID നിലനിർത്തുന്നു. കൂടാതെ ഫ്ലാഷ്ലൈറ്റ് അല്ലെങ്കിൽ വിഷ്വൽ ഇന്റലിജൻസ് ടൂളുകൾ പോലുള്ള കുറുക്കുവഴികളിലേക്ക് വേഗത്തിൽ ആക്സസ് ചെയ്യുന്നതിനുള്ള ആക്ഷൻ ബട്ടണും ഇതിൽ ഉൾപ്പെടുന്നു. ഐഫോൺ 17 അതിന്റെ മുൻഗാമിയുടെ അതേ നോച്ച് ഡിസൈനിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇത് പുതിയ ഫ്ലാഗ്ഷിപ്പ് ഐഫോണുകൾ പോലെ ഡൈനാമിക് ഐലൻഡ് ഫോണിന് ലഭിക്കുമെന്ന അഭ്യൂഹങ്ങൾ വിശ്വസിച്ച് ചിലരെ നിരാശപ്പെടുത്തിയേക്കാം. മാഗ്സേഫ് തിരിച്ചെത്തുന്നു. വേഗതയേറിയ ചാർജിംഗ്. ഈ വർഷത്തെ പ്രധാന കൂട്ടിച്ചേർക്കലുകളിലൊന്നാണ് മാഗ്സേഫ്. ഇത് ഉപയോക്താക്കൾക്ക് അനുയോജ്യമായ ചാർജറുകൾ, വാലറ്റുകൾ, കേസുകൾ എന്നിവ ഘടിപ്പിക്കാൻ അനുവദിക്കുന്നു. ഐഫോൺ 17 Q2 മാഗ്സേഫ് വയർലെസ് ചാർജിംഗിന് 15 വാട്ട് വരെ പിന്തുണയ്ക്കുന്നു. മുൻഗാമിയുടേത് 7.5 വാട്ട് ആയിരുന്നു. വയർഡ് ചാർജിംഗ് ഉപയോഗിച്ച് ഉപകരണം ഏകദേശം 30 മിനിറ്റിനുള്ളിൽ 50% വരെ ചാർജ് ചെയ്യാൻ കഴിയുമെന്ന് ആപ്പിൾ പറയുന്നു. A19 ചിപ്പ്, C1X മോഡും എന്നിവയിൽ നിന്നുള്ള പവർ കാര്യക്ഷമത ഉപയോഗിച്ച് ദിവസം മുഴുവൻ ബാറ്ററി ലൈഫും ഫോൺ വാഗ്ദാനം ചെയ്യുന്നു. സാറ്റലൈറ്റ് സവിശേഷതകളും സുരക്ഷാ ഉപകരണങ്ങളും. ഐഫോൺ 17 സീരീസിലെ മറ്റ് മോഡലുകളെപ്പോലെ ഐഫോൺ 17 എമർജൻസി SOS, സാറ്റലൈറ്റ് വഴിയുള്ള സന്ദേശങ്ങൾ, റോഡ് സൈഡ് അസിസ്റ്റൻസ്, സെല്ലുലാർ അല്ലെങ്കിൽ വൈഫൈ കവറേജിന് പുറത്തായിരിക്കുമ്പോൾ എന്റെ ലൊക്കേഷൻ പങ്കിടൽ എന്നിവ പോലുള്ള സാറ്റലൈറ്റ് അധിഷ്ഠിത സവിശേഷതകൾ ഉൾപ്പെടുന്നു. ഗുരുതരമായ അപകടമുണ്ടായാൽ അടിയന്തര സേവനങ്ങളുമായി യാന്ത്രികമായി ബന്ധപ്പെടാൻ കഴിവുള്ള ക്രാഷ് ഡിറ്റക്ഷനുമുണ്ട്. iOS 26 ആപ്പിൾ ഇന്റലിജൻസും. പുനർരൂപകൽപ്പന ചെയ്ത ഇന്റർഫേസും ആഴത്തിലുള്ള ആപ്പിൾ ഇന്റലിജൻസ് സംയോജനവും അവതരിപ്പിക്കുന്ന iOS 26-നൊപ്പം ഐഫോൺ 17 വരുന്നു. മെസ്സേജുകൾ, ഫേസ് ടൈം, ഫോൺ എന്നിവയിലുടനീളം തത്സമയ വിവർത്തനം,
ഓൺ സ്ക്രീൻ വിഷ്വൽ ഇന്റലിജൻസ് തിരയൽ, കോൾ സ്ക്രീനിംഗ്, ഹോൾഡ് അസിസ്റ്റ്, മെച്ചപ്പെട്ട സന്ദേശ ഫിൽട്ടറിംഗ് എന്നിവയാണ് സവിശേഷതകളിൽ ഉൾപ്പെടുന്നത്. നിറങ്ങൾ, ലഭ്യത, വില. ഐഫോൺ 17 കറുപ്പ്, വെള്ള, പുതിയ സോഫ്റ്റ് പിങ്ക് നിറങ്ങളിൽ മാറ്റ് ടെക്സ്ചർ എന്നിവയിൽ ലഭ്യമാകും. ഇപ്പോൾ 256 GB സ്റ്റോറേജിൽ 64,900 രൂപയ്ക്ക് ലഭ്യമാണ്. 512 GB വേരിയന്റിന് 84,900 രൂപയാണ് വില. മാർച്ച് 11 മുതൽ ഐഫോൺ 17 വിൽപ്പനയ്ക്കെത്തും. ആപ്പിളിന്റെ താങ്ങാനാവുന്ന ഐഫോൺ അതിന്റെ മുൻഗാമിയെ അപേക്ഷിച്ച് ഉയർന്ന വിലയിൽ ആരംഭിക്കുന്നു. കാരണം നിലവിലുള്ള മെമ്മറി ചിപ്പ് ക്ഷാമം മൂലമാകാം. ഓർമ്മിക്കാൻ, ഐഫോൺ 16 കഴിഞ്ഞ വർഷം 59,900 രൂപയ്ക്ക് പുറത്തിറക്കി. എന്നിരുന്നാലും ഐഫോൺ 16 ബേസ് മോഡ് 128 GB സ്റ്റോറേജ് വാഗ്ദാനം ചെയ്തിരുന്നു. അതേസമയം 17 256 GBയിൽ ആരംഭിക്കുന്നു എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ഐഫോൺ 17 ഒരു ആവർത്തന അപ്ഗ്രേഡ് പോലെ കാണപ്പെടുന്നു. വേഗതയേറിയ പ്രോസസർ, ഇരട്ടി ബേസ് സ്റ്റോറേജ്, മികച്ച ക്യാമറ ഫ്ലെക്സിബിലിറ്റി, മെച്ചപ്പെട്ട ഈട് എന്നിവ വാഗ്ദാനം ചെയ്യുന്നു. പഴയ ഐഫോണുകളിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യുന്ന ഉപയോക്താക്കൾക്ക് ദിവസേന ഉപയോഗിക്കാവുന്ന ഒരു ഉപകരണമെന്ന നിലയിൽ 17 ആകർഷകമായ ഒരു ഉദാഹരണമാണ്. ആപ്പിളിന്റെ ആവാസവ്യവസ്ഥയിൽ ചേരാൻ താങ്ങാനാവുന്ന വിലയിൽ ഒരു എൻട്രി ലെവൽ ഐഫോൺ തേടുന്ന വാങ്ങുന്നവർക്ക് പുതിയ പ്രാരംഭ വില നിരാശാജനകമായിരിക്കാം.